വലിയ മരങ്ങളും വൻതോതിൽ ചെളിയും അടിച്ചു കയറിയ വെള്ളരിമര വില്ലേജ് ഓഫീസിന്റെ പിൻഭാഗത്തെ തിരച്ചിൽ ഏറെ ദുഷ്കരമായിരുന്നു. ഒരേസമയം 8 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചാണ് ഇവിടെ തിരച്ചിൽ നടത്തിയത്. കടപുഴകി വന്ന വൻമരങ്ങൾ മാറ്റാനും അരയാൾ ആഴമുള്ള ചെളി കടന്ന് മൃതദേഹങ്ങൾ തിരയാനും സൈന്യവും NDRFും ഫയർഫോഴ്സും നന്നായി പാടുപെട്ടു. ജൂലൈ 30 പുലർച്ചെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലമാണ് വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകിലുള്ള പ്രദേശം. അണ്ണയ്യൻ എന്ന ആളുടെ വീടും തോട്ടവുമടങ്ങുന്ന 2 ഏക്കർ സ്ഥലത്തേക്കാണ് ഉരുൾപൊട്ടി മരങ്ങളും പാറക്കഷ്ണങ്ങളും ചെളിയും അടിച്ചു കയറിയത്. അണ്ണയ്യന്റെ സ്ഥലത്തിന് പിന്നിൽ അല്പം ദൂരെ കൂടി പുന്നപ്പുഴയിൽ ചേരുന്ന ചെറിയ തോട് ഒഴുകുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ചൂരൽമല ഭാഗത്തേക്ക് ഒഴുകിയിരുന്ന ഈ തോട് ഉരുൾപൊട്ടലിനെ തുടർന്ന് എതിർദിശയിലേക്ക് ഒഴുകി. ഇങ്ങനെ ദിശ തെറ്റി ഒഴുകി വന്ന പുഴയാണ് അണ്ണയ്യന്റെ സ്ഥലമടക്കമുള്ള മേഖലയിലേക്ക് ഇരച്ചു കയറിയത്. കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ എത്തിപ്പെടാൻ കാരണവും അതായിരുന്നു. ഇത് കണക്കിലെടുത്താണ് ഇന്ന് രാവിലെ മുതൽ വിശദമായ തിരച്ചിൽ നടന്നത്. 6 സെക്ടറുകളായി തിരിച്ചു നടക്കുന്ന പരിശോധനയിൽ 4ാം സെക്ടറായി കണക്കാക്കിയ പ്രദേശമാണിത്. സൈന്യം, NDRF സംഘം, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധന ഏറെ അധ്വാനം നിറഞ്ഞതായിരുന്നു. വലിയ മരങ്ങളും തടിക്കഷ്ണങ്ങളും മാറ്റി വേണമായിരുന്നു തിരയാൻ. മരങ്ങൾ കൂടാതെ അരയാൾ താഴ്ചയിൽ ചെളിയും കൂടിയായപ്പോൾ തിരച്ചിൽ തീർത്തും ദുഷ്കരമായി. എല്ലായിടവും ഇളക്കിമറിച്ചുള്ള തിരച്ചിൽ ഇന്ന് ഒരു മൃതദേഹം മാത്രമാണ് കിട്ടിയത്. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് നേരെ പിന്നിൽ ഈറ്റക്കാടിന് സമീപത്താണ് മൃതദേഹം കിടന്നിരുന്നത്. ഇന്നലെയും ഇവിടെ നിന്ന് മൃതദേഹം ലഭിച്ചിരുന്നു. ഈ മേഖലയിലെ മറ്റൊരിടത്തു നിന്നും ഇന്ന് മൃതദേഹമോ അവശിഷ്ടങ്ങളോ കിട്ടിയിട്ടില്ല. കെടാവറിനായി എത്തിച്ചും പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഒരേ സമയം 8 ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിൽ 2:30 മണിയോടെ പൂർത്തിയായി. ഇനി ഇവിടെ തിരഞ്ഞിട്ട് ഫലമില്ലെന്ന വിലയിരുത്തലാണ് തിരച്ചിൽ ഇന്നത്തേക്ക് നിർത്തിയത്. മണ്ണും ചെളിയും മരങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലം പൂർണ്ണമായും ഉപയോഗശൂന്യമായി. പരിസരത്തെ വീടുകളിലെല്ലാം ചെളി കയറി കിടക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, വയനാട്.